ഹലോ ഡിയർ ഫ്രണ്ട്സ്, വെൽക്കം ടു ലിൻസീസ് ലിങ്ക്. എല്ലാ കൂട്ടുകാർക്കും ലിൻസീസ് ലിങ്കിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് വലിയൊരു മൊസാൻഡ്രയായിരുന്നു. ആ മൊസാൻഡ്ര മണ്ണിൽ ഞാൻ ഒരു സ്ഥലത്തുനിന്ന് പിഴുതു മാറ്റി വേറൊരു സ്ഥലത്ത് എങ്ങനെയാണ് നടേണ്ടതെന്നാണ് ഞാൻ കാണിച്ചു തരാൻ പോകുന്നത്. അപ്പോൾ ലിൻസീസ് ലിങ്കിൽ ആദ്യമായിട്ട് വരുന്ന കൂട്ടുകാർ ആരെങ്കിലും ഉണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുന്നതിനോടൊപ്പം തന്നെ അതിൻ്റെ അടുത്തായിട്ടൊരു ബെല്ലൈക്കൺ ഉണ്ട്. അതിൽ ഓൾ എന്ന ഓപ്ഷൻ പ്രസ് ചെയ്താൽ ഞാൻ അപ്ഡേറ്റ് ചെയ്യുന്ന വീഡിയോസിൻ്റെ ഒക്കെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. ഏത് വലിയ ചെടി, അതായത് മണ്ണിലാണ് നിൽക്കുന്നതെങ്കിൽ നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുത്ത് അതിൻ്റെ വേര് നല്ല സൂക്ഷിച്ച് വേണം നമ്മൾ ഇളക്കിയെടുക്കാൻ വേണ്ടിയിട്ട്. എസ്പെഷ്യലി ചട്ടിയിൽ നിൽക്കുന്നതാണെങ്കിൽ റീപ്ലാന്റ് ചെയ്യാൻ വളരെ എളുപ്പമാണ്. കുറച്ച് വെള്ളമൊക്കെ ഒഴിച്ചു കൊടുത്തു കഴിഞ്ഞാൽ പെട്ടെന്ന് തന്നെ അത് ലൂസായി വരും. പക്ഷേ മണ്ണിലാണെങ്കിൽ അതിൻ്റെ വേര് താഴോട്ട് പോയിരിക്കും. അപ്പോൾ നല്ലപോലെ ഒരു ദിവസം മുമ്പേ വെള്ളം ഒഴിച്ചു കൊടുത്ത് നല്ലതുപോലെ ലൂസാക്കി വേണം ആ ചെടി നമ്മൾ പിഴുതെടുക്കാൻ വേണ്ടിയിട്ട്. അതിൻ്റെ വേര് പൊട്ടിപ്പോയി കഴിഞ്ഞാൽ കിളിക്കാനുള്ള ചാൻസ് വളരെ കുറവാണ്. എങ്കിലും നമുക്ക് കുറച്ച് കാര്യങ്ങൾ നിങ്ങളൊന്ന് ശ്രദ്ധിച്ചാൽ മതി. ഞാൻ എങ്ങനെയാണെന്ന് പറഞ്ഞുതരാം. കുഴി എടുത്തതിന് ശേഷം ആ മണ്ണിൽ കുറച്ച് കൊക്കോപ്പിറ്റ് ഇട്ട് കൊടുക്കണം. അതുപോലെ തന്നെ കുറച്ച് ചാണകപ്പൊടിയും കൂടെ ഇട്ട് കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. അതിനുശേഷം മണ്ണ് നമ്മൾ 3 ചുറ്റും ഇതേപോലെ ഇട്ട് കൊടുത്തതിന് ശേഷം നല്ലതുപോലെ ഒന്ന് പ്രസ് ചെയ്തത് നല്ലതുപോലെ ഉറപ്പിക്കണം. പിന്നെ ഈ ചെടി നമ്മൾ വീഴാതിരിക്കാൻ വേണ്ടി ഏതെങ്കിലും കമ്പോ എന്തെങ്കിലും വെച്ച് നല്ലതുപോലെ അവിടെ ഉറപ്പിച്ച് ഫേമായിട്ട് നിർത്തണം. അത് നിങ്ങളുടെ കയ്യിൽ കല്ല് വല്ലതും ഉണ്ടെങ്കിൽ കല്ലൊക്കെ ഇട്ട് ചുറ്റുപാട് നല്ലപോലെ ഉറപ്പിച്ച് നിർത്തും. ഞാനിവിടെ ഒരു കല്ല് വെച്ച് ഉറപ്പിച്ച് നിർത്തിയൊക്കെയാണ്. അതുകൊണ്ട് ചെടി മറിഞ്ഞു വീഴുകയോ ഒന്നും ചെയ്യത്തില്ല. അതുപോലെ തന്നെ നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. മാക്സിമം ഒരു 3 നേരം നമുക്ക് വെള്ളം ഒഴിച്ച് കൊടുക്കാൻ പറ്റുമെങ്കിൽ 3 നേരം വെള്ളം ഒഴിച്ച് കൊടുക്കണം. കണ്ടോ, ഇതേപോലെ വലിയൊരു ചെടിയാണ്. 2ാമത്തെ ദിവസവും ഒരു കുഴപ്പവും വന്നിട്ടില്ല. 2ാമത്തെ ദിവസം ഈവനിങ്ങിലാണ് ഇത് നോക്കുന്നത്. നല്ലതുപോലെ വെയിലത്ത് വാടിപ്പോൾ ഒന്നും ചെയ്തിട്ടില്ല. പിന്നെ പറ്റുവാണെങ്കിൽ അതിൻ്റെ ചുവട്ടിൽ നിങ്ങളുടെ കയ്യിൽ കച്ചിയോ അല്ലെങ്കിൽ കരിയില വല്ലതും ഉണ്ടെങ്കിൽ ചുറ്റുപാടുമൊന്ന് ഇട്ട് കൊടുക്കുക. അതിനുശേഷം നല്ലൊരു കമ്പ് വെച്ച് അടിച്ചുറപ്പിച്ചതിന് ശേഷം ഈ ചെടി ഇതുമായിട്ടൊന്ന് കെട്ടിവെക്കുക. അതായത് മറിഞ്ഞു വീഴാതെ അതിനായിട്ട് സപ്പോർട്ടായിട്ട് ഒരു കമ്പോ അല്ലെങ്കിൽ കമ്പിയോ എന്തെങ്കിലും വെച്ചൊന്ന് ഉറപ്പിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്തു കഴിഞ്ഞാൽ നമ്മുടെ ചെടി നമുക്ക് എത്രയാണെങ്കിലും മാറ്റി കിളിപ്പിച്ച് കഴിഞ്ഞാൽ അത് ഉണങ്ങിപ്പോകത്തില്ല. നല്ല ഉണങ്ങിയ കരിയിലയൊക്കെ ഉണ്ടെങ്കിലൊന്ന് ചുവട്ടിലിട്ട് കൊടുക്കുക. പിന്നെ രാസവളങ്ങളൊന്നും ഉടനെ ഇട്ട് കൊടുക്കരുത്. ഈ ചെടി ഒന്ന് പിടിച്ച് കഴിഞ്ഞ് നല്ലപോലെ ഉറപ്പായതിന് ശേഷം ഒരു മാസം കഴിഞ്ഞതിന് ശേഷം മാത്രമേ നമ്മൾ രാസവളങ്ങളൊക്കെ ഇട്ട് കൊടുക്കാവൂ. ഇത് കണ്ടില്ലേ, ചെടി ഇപ്പം നല്ലതുപോലെ നിൽക്കുന്നുണ്ട്. ഇത്രയും കാര്യങ്ങൾ മാത്രം ശ്രദ്ധിച്ചാൽ മതി. നമുക്ക് ഏത് വലിയ മരവും നമുക്ക് മാറ്റി നട്ട് ഈസി ആയിട്ട് കിളിപ്പിച്ചെടുക്കാൻ പറ്റും. ഇന്ന് നല്ലതുപോലെ വെള്ളം ഒഴിച്ചു കൊടുക്കണം. പിന്നെ ചുവട്ടിൽ നല്ലതുപോലെ കരിയിലയൊക്കെ ഇട്ട് കൊടുക്കണം. വെയിലൊന്നും ഒട്ടും അടിക്കാതെ നമ്മൾ കുറച്ചൊന്ന് ശ്രദ്ധിച്ചാൽ മതി. പറ്റുമെങ്കിൽ കുറച്ച് ഈ നമ്മുടെ ഈ ഓലയൊക്കെ ഉണ്ടെങ്കിൽ അതൊക്കെ വെച്ച് വെയിൽ ഒരുപാടുള്ള ഏരിയ ആണെങ്കിൽ ഒന്ന് മറച്ചു കൊടുക്കുകയാണെങ്കിൽ വളരെ നല്ലതാണ്. ഓക്കെ, ഇനി അടുത്തതെന്ന് പറഞ്ഞാൽ നമ്മൾ ഉറുമ്പിൻ്റെ ശല്യം അത് ഭയങ്കരമാണ്. അത് അകത്തും പുറത്തും ഗാർഡനിലും എല്ലായിടത്തും ഒരുപോലെയുള്ളൊരു പ്രോബ്ലമാണ്. അപ്പോൾ ഉറുമ്പിനെ നമുക്ക് അകറ്റി നിർത്താനായിട്ട് നമ്മുടെ അടുക്കളയിലുള്ളൊരു പൊടിക്കൈയുണ്ട്. അതാണ് ഞാനിത് നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. അതായത് 1 ടേബിൾ സ്പൂൺ സോപ്പ് പൊടി എടുക്കുക. അത് ഇന്ന സോപ്പിന് സർഫ് എക്സലോ നിങ്ങൾ ഏതാണോ യൂസ് ചെയ്യുന്നത് അത് എടുക്കുക. ഇത് ഞാനിവിടെ എടുത്തേക്കുന്നത് നമ്മുടെ സർഫ് എക്സൽ മാറ്റിക്കിൻ്റെ 1 ടേബിൾ സ്പൂൺ സോപ്പ് പൊടിയാണ്. നിങ്ങൾക്ക് വീട്ടിലുണ്ടാക്കുന്ന സോപ്പ് പൊടി എടുത്താലും മതി, ഒരു കുഴപ്പവുമില്ല. ഈ ഒരു സോപ്പ് പൊടിയാണ് നമ്മളിവിടെ യൂസ് ചെയ്യാൻ പോകുന്നത്. ഈ സോപ്പ് പൊടി എന്ന് പറഞ്ഞാൽ ഇതിൻ്റെ അകത്തൊരു നമ്മുടെ ഈ ഉറുമ്പിൻ്റെയൊക്കെ അതിനെ പെട്ടെന്ന് തന്നെ കൊല്ലാൻ ഭയങ്കര ശക്തിയാണ് ഈ സോപ്പ് പൊടിക്ക്. സോപ്പ് പൊടിയുടെ കൂടെ നമ്മൾ ഒരു കാര്യം കൂടെ ചേർക്കുന്നുണ്ട്, ഞാൻ പറഞ്ഞുതരാം. ഇപ്പോൾ ഇവിടെ കണ്ടോ, ഈ 1 ടേബിൾ സ്പൂണിൻ്റെ പരുവത്തിനുള്ള സോപ്പ് പൊടിയാണ് നമ്മൾ എടുക്കുന്നത്. ഇതിലേക്ക് ഞാനിപ്പം ഇതൊരു ബൗളിലേക്ക് ഇട്ട് മിക്സ് ചെയ്യാൻ പോവുകയാണ്. അതിനായിട്ട് 1 ടേബിൾ സ്പൂൺ സോപ്പ് പൊടി എടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് കുറച്ച് വെള്ളം ചേർത്ത് കൊടുക്കാം. അതായത് ഇപ്പോൾ ഞാനിവിടെ 1/2 ലിറ്ററിൻ്റെയാണ് യൂസ് ചെയ്യാൻ പോകുന്നത്. 1/2 ലിറ്റർ വെള്ളമാണ് ഇപ്പോൾ എടുക്കുന്നത്. അതിലേക്ക് ഞാൻ 1 ടേബിൾ സ്പൂൺ സോപ്പ് പൊടി എടുത്തു. അതുപോലെ തന്നെ 2 ടേബിൾ സ്പൂൺ വിനാഗിരി, നമ്മൾ കിച്ചണിലേക്ക് ഉപയോഗിക്കുന്ന അച്ചാറൊക്കെ ഇടാൻ വേണ്ടി ഉപയോഗിക്കുന്ന വിനാഗിരി എടുത്താൽ മതി. അതൊരു 2 ടേബിൾ സ്പൂൺ. ഇത്രയുമാണ് ഇതിൻ്റെ ഒരു കോൺസെൻട്രേഷൻ എന്ന് പറയുന്നത്. ഇത് ഞാൻ നമ്മുടെ സ്പ്രേയറിലേക്ക് ഒഴിച്ചു കൊടുക്കാൻ വേണം. നല്ലതുപോലെ അലിഞ്ഞതിന് ശേഷം വേണം നമ്മൾ സ്പ്രേയറിൽ ഒഴിച്ചു കൊടുക്കാൻ വേണ്ടിയിട്ട്. ഇല്ലെങ്കിൽ നമ്മുടെ സ്പ്രേയറിൻ്റെ വെൻറ്റൊക്കെ ബ്ലോക്ക് ആവും. അതുപോലെ നല്ലപോലെ സ്പ്രേ ചെയ്യാനും പറ്റത്തില്ല. ഓക്കെ, അപ്പോൾ ഞാനിവിടെ നല്ലതുപോലെ അലിഞ്ഞ സോപ്പ് പൊടി ലിക്വിഡാണ് നമുക്കിവിടെ കിട്ടിയ സോപ്പ്. നല്ലതുപോലെ ആ വെള്ളത്തിൽ അലിഞ്ഞ് കിട്ടിയിട്ടുണ്ട്. അതുപോലെ തന്നെ വിനാഗിരിയും 1 ടേബിൾ സ്പൂൺ സോപ്പ് പൊടിയും 2 ടേബിൾ സ്പൂൺ വിനാഗിരിയും എടുത്തു. അതിൽ 1/2 ലിറ്റർ വെള്ളത്തിൽ നല്ലതുപോലെ മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ
ഒരു സ്പ്രേ ബോട്ടിലേക്ക് ഒഴിച്ചു കൊടുക്കുക. ഇതിനി നമുക്ക് കൊണ്ടുപോയി ഉറുമ്പ് എവിടെയാണോ ഉള്ളത് അവിടെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ ഉറുമ്പ് വരാതിരിക്കേണ്ട സ്ഥലങ്ങളിൽ നിങ്ങൾക്കിത് സ്പ്രേ ചെയ്ത് കൊടുത്താൽ വളരെ നല്ലതാണ്. ഓക്കെ, ഇത് സ്പ്രേ ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വിത്തിൻ സെക്കൻഡ്സുകൾക്കുള്ളിൽ ഉറുമ്പ് ചത്തുപോകുന്നത് കാണാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഒരു കാര്യം പറയാൻ മറന്നു, സോപ്പ് പൊടി ഇല്ല എങ്കിൽ നിങ്ങൾക്ക് ഇതേപോലെ ഹാൻഡ് വാഷ് യൂസ് ചെയ്താലും മതി. ഓക്കെ, ഈ ഒരു ഹാൻഡ് വാഷ് അല്ലെങ്കിൽ ഏത് ഡെറ്റോളിൻ്റെയോ ഏതെങ്കിലും ഹാൻഡ് വാഷ് യൂസ് ചെയ്താലും മതി. ഇത് കണ്ടോ, നമുക്ക് ഉറുമ്പ് സാധാരണയായിട്ട് വരുന്ന ഒരു ഏരിയയെ നോക്കി അവിടെയൊക്കെ സ്പ്രേ ചെയ്ത് കൊടുക്കുക. സ്പ്രേ ചെയ്ത് കൊടുത്ത് മിനിറ്റുകൾക്കുള്ളിൽ നമുക്ക് കാണാൻ പറ്റും, ഉറുമ്പുകൾ അപ്രത്യക്ഷമാകുന്നത് നമുക്ക് കാണാൻ പറ്റും. വിൻഡോയുടെ കോർണറുകളിൽ വീടിൻ്റെ എല്ലാ മൂലയ്ക്കും നമുക്കിത് സ്പ്രേ ചെയ്ത് കൊടുക്കാം. ഇത് വളരെ എഫക്റ്റീവാണ്. അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. നിങ്ങളിത് ഈ ഒരു കാര്യം നിങ്ങൾ ചെയ്തിട്ടുണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക. അതുപോലെ തന്നെ നിങ്ങൾക്കിത് വളരെ ഈസി ആയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റുന്ന ഒരു ടിപ്പാണിത്. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ ഇതുവരെ വീഡിയോ കണ്ട എല്ലാ കൂട്ടുകാർക്കും ഒരു ബിഗ് താങ്ക് യു. ലിൻസീസ് ലിങ്ക് ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ ഇപ്പോൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, അപ്പോൾ നമുക്ക് വേറൊരു വീഡിയോയുമായി വീണ്ടും കാണാം. ടിൽ ദെൻ ടേക്ക് കെയർ ആൻഡ് ബൈ.